ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ HSA മലയാളം സിലബസ് ആണ്. HSA മലയാളം സിലബസിൽ പാർട്ട് എയിൽ വരുന്നത് മൊഡ്യൂൾ 1 റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, മൊഡ്യൂൾ 2 ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. ഇതെല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത് തന്നെയാണ് പാർട്ട് എ എന്ന് പറയുന്നത്. പാർട്ട് ബി തുടങ്ങിയാണ് നമ്മുടെ സിലബസ് വരുന്നത്. പാർട്ട് ബി ഫസ്റ്റ് വൺ മലയാള കവിത, പ്രാചീന കവിത മുതൽ സമകാലിക കവിത വരെ. അതിലൊന്നാമത്തേത് പാട്ടുപ്രസ്ഥാനം, ലക്ഷണം, രാമചരിതം, തിരുനിഴൽമാല, നിരണം കൃതികൾ. പാട്ടിൻ്റെ നാടോടി സ്വഭാവം, തെക്കൻ പാട്ടും വടക്കൻ പാട്ടും. രണ്ടാമതായി വരുന്നത് മണിപ്രവാള പ്രസ്ഥാനം, ലക്ഷണം, പ്രാചീന ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ, മധ്യകാല ചമ്പുക്കൾ. മൂന്നാമത്തേത് ഗാഥ, കിളിപ്പാട്ട്, കീർത്തനങ്ങൾ, വഞ്ചിപ്പാട്ട് എന്നിവ. 4 കാൽപ്പനിക പൂർവഘട്ടം, കൊടുങ്ങല്ലൂർ കളരി, വെൺമണി കവിതകൾ, കേരളവർമ്മ പ്രസ്ഥാനം, മഹാകാവ്യങ്ങൾ. 5 കാൽപ്പനികത, കവിത്രയം, ഇടപ്പള്ളിയും ചങ്ങമ്പുഴയും, പി കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി, വൈലോപ്പിള്ളി, ജി ശങ്കരക്കുറുപ്പ്, വയലാർ, പി ഭാസ്കരൻ, ONV തുടങ്ങിയവർ. ആറാമതായി വരുന്നത് ആഖ്യാനത്തിൻ്റെ പുതുവഴികൾ, NB കൃഷ്ണവാര്യർ, അയ്യപ്പ പണിക്കർ, M ഗോവിന്ദൻ എന്നിവരുടെ നേതൃത്വം. ആധുനിക ഉത്തരാധുനിക കവികൾ വരെ. അടുത്തത് മലയാള നോവലും ചെറുകഥയും, ആദ്യകാല കൃതികൾ മുതൽ സമകാല കൃതികൾ വരെ. നോവൽ. ആദ്യഘട്ടം ആദ്യകാല നോവലുകൾ, ചന്തുമേനോൻ, CV എന്നിവരുടെ കൃതികൾ. രണ്ടാം ഘട്ടം തകഴി, ദേവ്, ബഷീർ തുടങ്ങിയവരുടെ രചനകൾ. മൂന്നാം ഘട്ടം ഭാവുകത്വ വ്യതിയാനം, രാജലക്ഷ്മി, MT, മാധവിക്കുട്ടി, K സുരേന്ദ്രൻ, നന്ദനാർ, മലയാറ്റൂർ രാമകൃഷ്ണൻ, C രാധാകൃഷ്ണൻ, NP മുഹമ്മദ് തുടങ്ങിയവരുടെ കൃതികൾ. ആധുനിക ഘട്ടം അസ്തിത്വാന്വേഷികൾ, OV വിജയൻ, ആനന്ദ്, M മുകുന്ദൻ തുടങ്ങിയവർ. ഉത്തരാധുനിക ഘട്ടം ആഗോളവൽക്കരണം, പരിസ്ഥിതിവാദം, ദളിത് വാദം, സ്ത്രീവാദം, സൈബർ കേന്ദ്രീകൃതമായ നോവലുകൾ. ചെറുകഥ. ആദ്യഘട്ടം ആദ്യകാല കഥകൾ, നവോത്ഥാന ഘട്ടം തകഴി, ദേവ്, കാരൂർ തുടങ്ങിയവർ. കാൽപ്പനിക ഘട്ടം MT, T പത്മനാഭൻ തുടങ്ങിയവർ. ആധുനിക ഘട്ടം ദർശനത്തിലും ഭാഷയിലും വരുന്ന മാറ്റം. ആധുനികോത്തരം മൂല്യസങ്കല്പങ്ങളിൽ വന്ന മാറ്റം, പരിസ്ഥിതി, സ്ത്രീ, ദളിത്, ജീവിത ചിത്രീകരണം, ഉപഭോഗ സംസ്കാരവും ആഗോളവൽക്കരണവും. അടുത്തത് ഗദ്യസാഹിത്യം, ആത്മകഥ, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം എന്നിവ. ഗദ്യത്തിൻ്റെ വളർച്ച, ഭിന്ന തലങ്ങൾ. അതിലൊന്നാമത്തേത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയരായവരുടെ ആത്മകഥകൾ, തർജ്ജമകൾ, കേരളീയരുടെ ആത്മകഥകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആത്മകഥകൾ. ജീവചരിത്രം, ലക്ഷണം, വിഭിന്ന രംഗങ്ങളിൽ പ്രശസ്തരായവരുടെ ജീവചരിത്രം, അവഗണിക്കപ്പെട്ടവരുടെ ജീവചരിത്രം. മൂന്നാമത്തേത് സഞ്ചാര സാഹിത്യം, ആദ്യകാല സഞ്ചാരികളും യാത്രാക്കുറിപ്പുകളും, സഞ്ചാര സാഹിത്യത്തിൻ്റെ ലക്ഷണം, പ്രധാന കൃതികൾ. അടുത്തത് വൈജ്ഞാനിക സാഹിത്യം, വിവിധ മേഖലകളിലുള്ള വിജ്ഞാനത്തിൻ്റെ വളർച്ച, അതിൻ്റെ ആവിഷ്കാരം, വൈദ്യം, ജ്യോതിഷം, തച്ചുശാസ്ത്രം, ഗണിതം, കൃഷി എന്നീ രംഗങ്ങൾ മുതൽ വിവരസാങ്കേതിക തലം വരെയുള്ള വൈജ്ഞാനിക സാഹിത്യകൃതികൾ. നാലാമത്തേത് നിരൂപണം, മലയാള സാഹിത്യ വിമർശനവും പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും. മലയാള വിമർശനം, പ്രാരംഭഘട്ടം, പത്രമാസികകളുടെ പങ്ക്, വളർച്ച, കേസരി, വിമർശകത്രയം. അടുത്തത് വിമർശനത്തിലെ ധാരകൾ, മാർക്സിസ്റ്റ്, മനഃശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, സർഗാത്മക ചിന്താ പദ്ധതികൾ, ആധുനിക ഉത്തരാധുനിക വിമർശനം, പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങൾ, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, TS എലിയട്ട് എന്നിവരുടെ ചിന്തകൾ. മാർക്സിയൻ സൗന്ദര്യ ദർശനം, അസ്തിത്വ ദർശനം, ആധുനിക ഉത്തരാധുനിക ചിന്തകൾ, ദളിത്, പരിസ്ഥിതി, സ്ത്രീവാദ ചിന്തകൾ. അടുത്തത് പൗരസ്ത്യ സിദ്ധാന്തങ്ങൾ, കവി, കാവ്യം, സഹൃദയൻ, നിർവചനങ്ങൾ.
രസം, ധ്വനി, അലങ്കാരം, നൃത്തം, തിണ എന്നീ കാവ്യ സിദ്ധാന്തങ്ങൾ. അഞ്ചാമത്തേത് ഭാഷാശാസ്ത്രം, ഭാഷാചരിത്രം, വ്യാകരണം. അതിലൊന്നാമത്തേത് ഭാഷയെക്കുറിച്ചുള്ള നിർവചനം, സ്വനിമം, രൂപിമം, വാക്യം, അർത്ഥം എന്നിവയെക്കുറിച്ചുള്ള ഭാഷാശാസ്ത്ര സങ്കല്പങ്ങൾ. മലയാള ഭാഷയുടെ ഉൽപ്പത്തി, ഭിന്നവാദങ്ങൾ, മലയാള ഭാഷയുടെ വളർച്ച, ഭിന്നഘട്ടങ്ങൾ, അക്ഷരമാല, ശബ്ദവിഭാഗം, നാമവിഭാഗം, കൃതിവിഭാഗം, ഭേദകം, വാക്യവിചാരം എന്നിവയെ മുൻനിർത്തിയുള്ള പഠനം. ആറാമത്തേത് മാധ്യമ പഠനം, അച്ചടി മാധ്യമം മുതൽ സൈബർ മാധ്യമം വരെ. അച്ചടി, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ മാധ്യമങ്ങൾ ഭാഷയുടെ പുരോഗതിയിൽ വഹിച്ച പങ്ക്. പത്രമാസികകളുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ. റേഡിയോ, പ്രക്ഷേപണ ചരിത്രവും റേഡിയോ ജേർണലിസവും. ടെലിവിഷൻ, പ്രക്ഷേപണ ചരിത്രം, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, ഭാഷയ്ക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഏഴാമതായി വരുന്നത് ദൃശ്യകലയാണ്. അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആട്ടക്കഥ, തുള്ളൽ, നാടകം, സിനിമ. ആട്ടക്കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ വളർച്ചയും വികാസവും ആട്ടപ്രകാരവും ക്രമദീപികയും. വള്ളത്തോളും കേരള കലാമണ്ഡലവും പ്രധാന ആട്ടക്കഥകളും. തുള്ളൽ, ഉത്ഭവം, വളർച്ച, വിവിധ തരം തുള്ളലുകൾ, നമ്പ്യാരുടെ കൃതികൾ. നാടകം, മലയാള നാടകത്തിൻ്റെ ആദിരൂപങ്ങൾ, തർജ്ജമകൾ, സംഗീത നാടകം, സാമൂഹിക നാടകം, രാഷ്ട്രീയ നാടകം തുടങ്ങിയവ. നാലാമതായി വരുന്നത് നവീന സങ്കല്പങ്ങൾ, ഇബ്സനിസം, അബ്സേർഡ് നാടകം, ഇംപ്രഷനിസ്റ്റ് നാടകം, തനത് നാടകം. അടുത്തത് സിനിമ, മലയാള സിനിമ വളർച്ചയും വികാസവും, സിനിമയും സാഹിത്യവും. എട്ടാമതായി വരുന്നത് സംസ്കാര പഠനം, കേരള സംസ്കാരവും നാടോടി വിജ്ഞാനവും. സംസ്കാര പഠനത്തിന് സഹായകമാകുന്ന ഉപാധികൾ ആര്യാഗമവും സാംസ്കാരിക സമന്വയവും. മലയാള ഭാഷയുടെ വികാസ പരിണാമം, സാംസ്കാരിക മേഖലകളിലുള്ള കേരളത്തിൻ്റെ മുന്നേറ്റം, പാശ്ചാത്യ അധിനിവേശം, ഫലങ്ങൾ, നവോത്ഥാനം, ജനകീയ മുന്നേറ്റങ്ങൾ, അയിത്തോച്ചാടനം, ഐക്യ കേരളം, ആധുനിക ഉത്തരാധുനിക കാലഘട്ടത്തിലെ സാംസ്കാരിക വ്യതിയാനങ്ങൾ. ഫോക്ലോർ, സംജ്ഞയും സവിശേഷതയും ഫോക്ലോറിൻ്റെ ധർമ്മങ്ങൾ, ഫോക്ലോർ ജനുസുകൾ, സംസ്കാര പഠനത്തിൽ നാടോടി വിജ്ഞാനീയത്തിൻ്റെ പങ്ക്. ഇത്രയുമാണ് HSA മലയാളത്തിൻ്റെ സിലബസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.